ഹലോ ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോ നമ്മ മാഞ്ഞൊരു വെള്ളച്ചാട്ടം അത് ഞാൻ ചോദിക്കും, അവിടെ പോന്ന് ചോദിക്കും. അപ്പളേ നീ പറയണ്ടു നമ്മ അവിടെ പോന്ന് വെള്ളച്ചാട്ടം. ഇവനോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, 1000 വട്ടം പറഞ്ഞിട്ട് പഠിപ്പിച്ച് ചോദ്യം വരുന്നതിന്റെ പൊട്ടേ ഉത്തരം പറഞ്ഞു. അങ്ങനത്തെ പൊട്ടൻ. അപ്പോ എന്താക്കുന്നു, നമുക്ക് ആടെ എത്തിരി കാണാല്ലേ വെള്ളച്ചാട്ടം. അങ്ങനെ കാണാം, ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. അപ്പോൾ ആടെ എത്തിയിട്ട് നമുക്ക് കാണാം വെള്ളച്ചാട്ടം. ഗുഡ് ബൈ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ബോർഡ് കണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത്ര ആൾ കണ്ടിട്ടാ. അപ്പോൾ പുതിയ ബോർഡ് വെച്ചാന്ന് തോന്നുന്നു, പുതിയ എന്തെല്ലോ അറിയിപ്പെല്ലാം ഉണ്ട് കേട്ടോ. അത് വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതാ ഈ സ്ഥലം എവിടെ വരുന്നത് അറിയോ? കാസർഗോഡ് ജില്ലയിൽ മടിക്കൈയാണ് വരുന്നത്. മടിക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. അപ്പോൾ ചായവത്തിനെല്ലാം അടുത്താണ്, നീലേശ്വരം. അപ്പോൾ അതിനെല്ലാം അടുത്താണ്. അപ്പോൾ നല്ല സ്ഥലമാണ് അല്ലേ ജി? നല്ല സ്ഥലമല്ലേ? ബോർഡ് ജസ്റ്റ് ഇങ്ങോട്ടല്ലോ ഇതാ പുതിയ നിയമമുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം കയറാൻ പാടില്ല. പോലീസിൻ്റെ ഇതാണ് കേട്ടോ, അറിയിപ്പാണ്. അപ്പോൾ ഇത്ര ആൾ ഇതൊന്നും ഉണ്ടായിട്ട് പുതിയ വെച്ച ബോർഡാന്ന് തോന്നുന്നു. ഇതാ മദ്യപിക്കരുത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലേ, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കറക്റ്റ് കാണിച്ചു കൊടുത്തത് അല്ലേ? എന്ത് ശല്യം ഉണ്ടായിക്കൂടാന്ന്. ആ, ഇവനെ പോലുള്ള ആൾക്കാരുണ്ട് ശല്യാക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ബോർഡെല്ലാം വായിച്ചിട്ട് കറക്റ്റായിട്ട് 6 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിക്കൂടാന്നല്ലാന്ന് ഇവർ പറയുന്നത്. പോലീസിന്റെ ബോർഡാണ് കേട്ടോ. അത് തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഓനല്ലോ. നീ 6 മണിക്ക് ശേഷം വരല്ലേ? സത്യമില്ല പറയുന്നത്. അപ്പോൾ നമുക്ക് നടക്കാമല്ലോ, ഒരു 2 മിനിറ്റും കൂടെ നടക്കാനുണ്ട്. അപ്പം വണ്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. നോക്ക്, കുറച്ച് ആൾക്കാരിൽ വന്നിട്ട് തോന്നി. വണ്ടിയെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വരുന്ന സ്ഥലം തന്നെയാണിത്. അപ്പോൾ വെള്ളം ഉണ്ടോ നോക്കാം നമുക്ക്. വാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പുതിയ കാഴ്ചയാണ് കേട്ടോ. പുതിയ കാഴ്ചയാണ് കാണുന്നത്. സംഭവം ഫുള്ള് നട്ടിട്ടുണ്ട്. എന്ത് നട്ടത്? ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയല്ലേ? ഇവിടെ ഫുള്ള് റബ്ബറെല്ലാം ഉണ്ടാകാം കേട്ടോ. മുമ്പ് സ്ഥലമെല്ലാം ഫുള്ള് മാറി. ഇപ്പോൾ 1 മാസം കാണാതിരിക്കുമ്പോഴേക്കില്ലേ സ്ഥലം ഫുള്ള് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നി ഇങ്ങോട്ട് വന്നേ, നിന്റെ മൂട് കാണിച്ചാൽ എനിക്ക് തോന്നില്ലേ ഇവൻ അതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി തോന്നുന്നു. നോക്കറോ, വേലിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ? ചോദ്യം കണ്ട, ഇതെപ്പാ ആവലിപ്പാണ്. ആ ഓക്കെ, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊന്നല്ല, ഞാൻ വിരിച്ചെന്ന് തരുമോ? ഇവനെ പോലുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല അങ്ങനത്തെ ഒന്നും തിരിച്ചെന്നാ ഞാൻ വിചാരിച്ചത്. അത് വേറെ എന്തോ അല്ല കേട്ടോ. അപ്പോൾ ഇവൻ കയറാതിരിക്കാൻ വേണ്ടി ചുറ്റും വേലി വെച്ചിട്ടുണ്ട്. സംഭവം കുറേ അല്ലേ, 100 കണക്കിന് സാധനമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ ചെടിയെല്ലാം വെച്ചിട്ടുണ്ട്. നോക്കായിന്ന് ഓന് ഇടത്തേക്കുള്ള ശ്രദ്ധ, ഓനിത് എപ്പോ റെഡിയാവുന്ന പറഞ്ഞിട്ട് നോക്കിയായിന്ന്. അപ്പൊ ഇങ്ങനത്തെ കുറേ കാഴ്ചയെല്ലാം ഉണ്ടല്ലേ. അപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ കേൾക്കൂലാവുന്നല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ കാണാം ഗൈസ്. ഫോളോ മീ. അപ്പൊ ഗൈസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ചെറിയൊരു തോടുണ്ട് കേട്ടോ. ഇതിൽ ചെറിയ തോട്. ഇതെല്ലാം ഇപ്പൊ ഇല്ല തോടാന്ന് തോന്നല്ലേ? ഇപ്പൊ വന്ന തോടാണിത്. ഇപ്പൊ ഉറവത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെ ഉറവാ. പക്ഷെ നമുക്കിത് കാണിക്കാൻ പറ്റാത്ത ഒരു മുള്ളിവേലി ഇത് കമ്പി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായി കാണുന്ന അവിടെയാണ് ഉറവയില്ലത്. ഇതാ ഈ സ്ഥലത്ത് അവിടെ ചെറിയൊരു ഉറവ പൊട്ടിയിട്ട് ഇതായി കുന്നായോണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഉറവ പൊട്ടിയിട്ട് വരുന്നത്. നല്ല അടിപൊളി തോടാണ്. നേരെ പോയിട്ട് താഴെ ചാലിൽ പോയിട്ട് ചേരും അല്ലേ? അല്ലടാ? ആ, അങ്ങനെ ആ സംഭവം. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഇതാണ് സ്ഥലം. ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ടീം വെച്ചത് അല്ലേ? ആൾക്കാരനുണ്ടല്ലേ? ആളുണ്ട്. ഇങ്ങോട്ട് വാ, മാട്ടക്കണ്ണ. ഇത് പറയല്ലേ? അടിപൊളിയല്ലേ സ്ഥലം? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല സ്ഥലം എന്നാ പറയുന്നത്. അപ്പോൾ ആ മണ്ടൻ കായില്ല കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവന് ചെറിയൊരു കണ്ടൻ്റൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു എന്താ പറയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ എന്താക്കി എടുത്താണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട്. വേറെ 2 പിള്ളേരുണ്ട് കേട്ടോ. അവർ പിന്നെ ക്യാമറയുടെ മുമ്പിൽ വരാത്തതാണ്. അപ്പോൾ ഇവന് ഭയങ്കര ധൈര്യമാണല്ലേ?
അല്ലേ? ഒരു ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. അല്ലെ സപ്പോർട്ടാക്കണം മതി. സപ്പോർട്ടാക്കണം, സബ്ബാക്കണം. കുറച്ച് ഒച്ചത് പറയും. എനിക്ക് ബാക്കിയെല്ലാം ഭയങ്കര എല്ലാവരും സപ്പോർട്ടാക്കണം, സബ്ബടിക്കണം, ബൈക്ക് അടിക്കണം. അപ്പോൾ ആടെ എത്തിയിട്ട് അടുത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. സംഭവം മഴ ഇനിയും പെയ്തെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാരിലുണ്ട് കേട്ടോ, ഇവിടെ കുറേ ആൾക്കാരിലുണ്ട്. കാണിച്ചിടാം. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര സൗണ്ടെല്ലാം ഉണ്ട്. അല്ല ജി വെള്ളം ഉണ്ടല്ലേ, അടിപൊളിയല്ലേ? ഏത് വൈബ്? അംബാനി വൈബ്. അപ്പോൾ കുറേ ആൾക്കാരിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം ഗൈസ്, നമ്മളെ വീട്ടിനടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയല്ല, നമുക്ക് മുകളിൽ കയറാല്ലേ? വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കയറാനാവോ? ആവും. ആവോ? ആവും. ആവോ? ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി നോക്കാം. മുകളിൽ കയറിയിട്ട് നമുക്ക് ബാക്കി കാണാം. സംഭവമില്ലേ, കുറേ ആൾക്കാർ വരുന്നത് ലോങ്ങിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് മുമ്പ് ഇങ്ങനെയൊന്നും കേട്ടിട്ടുണ്ടായിട്ട് നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയില്ല. സംഭവമില്ലേ, മുമ്പ് ആരും അറിയപ്പെടാത്തൊരു സ്ഥലം ഉണ്ടായതാണ് 2 കൊല്ലം മുമ്പ്. അതായത് ഞാനും ഇങ്ങനെ വരുമ്പോൾ ആകെ ഞാൻ മാത്രം ഒരാൾ മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി വന്നെങ്കിൽ ഡെയിലി ആൾക്കാരുണ്ടാവും. ഞായറാഴ്ച തന്നെ ഉണ്ടല്ലോ, ഇത് അടുക്കാൻ പറ്റില്ല, ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഏറ്റവും അറിയപ്പെടാത്തൊരു സ്ഥലം ഉണ്ടായതാണ്. വലിയ കാടെല്ലായിട്ട് കാട്ടിൻ്റെ ഉള്ളിലുള്ള സ്ഥലമായി. ഇപ്പോൾ നാട് മൊത്തം അറിയലായി അല്ല, ഇങ്ങനെ സ്ഥലം ഉണ്ട് അല്ലേ? ഫുൾ ആൾക്കാർ, ലോകം തന്നെ ആൾക്കാർ വരുന്നില്ല. ന്യൂസിൽ വന്നിനി. ആ ന്യൂസിൽ വരെ വന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ ഒരു 2 കൊല്ലം മുമ്പേ ഒരു കാട്ടിനുള്ളിലുണ്ടായ സ്ഥലമാണ്. അടിപൊളി സ്ഥലം അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ കയറാം അല്ലേ? മുകളിൽ കയറി ഗൈസ്, വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കയറാൻ പോയേന്ന്. അപ്പോൾ ഇതില്ലേ വലിയ കുന്ന്, ഇത് കയറിയിട്ട് വേണം അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് തന്നെ കയറാൻ പറ്റും കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കേ കയറാൻ പറ്റും. അത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താക്കാം, കുന്നെങ്കിൽ കുന്ന്, മലയെങ്കിൽ മല, വള്ളിയും പുള്ളിയെല്ലാം പിടിച്ച് കയറാം നമുക്ക്. അപ്പോൾ അതിൻ്റെ നടുക്കേ കയറിയെങ്കിൽ ശരിയാവില്ല. കാരണം നമ്മളൊന്നിച്ച് പിള്ളേറാവുന്നില്ലത്, 2-3 ചെറിയ പിള്ളമാറാനുള്ളത്. അപ്പോൾ അവരെ വെച്ചിട്ട് കയറുന്ന കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് നമുക്കെന്താക്കാം, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുരങ്ങൻ കയറുന്ന പോലെ കയറാം. കയറിയിട്ട് പോവാം. കുറേ പോയണ്ട ജി, എത്തി പറയണ്ട്. അവിടെ എത്തി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓ ഗൈസ്, അങ്ങനെ ലാസ്റ്റ് വലിയ കുന്ന് കയറിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അയ്യോ സുഹൃത്തുക്കളെ, ഇതെന്തെന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നതോ? ഏത് വൈബ്, അടിപൊളി വൈബ്. അങ്ങനെ നമ്മൾ ഏറ്റവും താഴെന്ന് ഗൈസ്, ഏറ്റവും താഴെന്ന് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓ ഏതാ അടിപൊളി, എന്താ സംഭവം. അജിയെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അജി കാണാത്ത പോലെ കാണുന്നുണ്ട്. അജി എങ്ങനെയുണ്ട്? പോലീസാണെന്ന് പറയുന്നുണ്ട്. ഇതാ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ കുറച്ചും കൂടെ അടുത്ത് പോയി കാണിച്ചു തരാം അല്ലേ? വരുന്നുണ്ടോ? അതന്നെ, താഴെ വീണെങ്കിൽ പൊടിയാവും കേട്ടോ. താഴെ വീണാൽ തീർന്നു. അപ്പം നമ്മൾ നേരത്തെ നിന്ന സ്ഥലം അതാണ്. അവിടെയാണ് ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് കയറാൻ പറ്റുമല്ലേ? ഈ സെൻറ്ററിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ അത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. നമ്മൾ കാട്ടിനുള്ളിൽ തന്നെ കയറി വന്നു അല്ലേ? താഴെ വീണെങ്കിൽ പിന്നെ നോക്കണ്ട അല്ലേ ജി? പിന്നെ പൊടിയാവും, എല്ലും തോലും വാര അത്രക്കേലും. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ പോവേണ്ടി, കുറച്ചും കൂടെ മുകളിലോട്ട് പോവേണ്ടി. അപ്പോൾ അത് വേണമെങ്കിൽ കാണിച്ചു തരാം അല്ല ജി? കുറച്ചും കൂടെ മുകളിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ പോവാല്ലേ? കമോൺ നോറി, കമോൺ ഗായ്സ്.
അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അല്ലേ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനാദ്യമേ ഒന്ന് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ് ആൻഡ് ലൈക്ക് മാത്രം മതി, ഷെയർ വേണ്ടേ? ഷെയർ ആക്കണം. എൻ്റെ കണ്ണൊന്ന് കാണിക്കുക, മുടിയൊന്ന് ഇങ്ങോട്ടോട്ടാക്കി പോ. അവന് കണ്ണ് കാണണ്ട, അവന് മുടിയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അല്ലേ, അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാം. പിന്നെ നിങ്ങളെ സ്ഥലത്ത് ഇതുപോലെ ഇല്ലേ നല്ല സ്ഥലം സ്പോട്ട് ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. നിങ്ങളുടെ ജില്ലയും കൂടെ ഒന്ന് പറയാം അല്ലേ. അപ്പോൾ മഴ വരുന്നുണ്ട് അല്ലേ, മഴ വരുന്നുണ്ട്. അപ്പോൾ വേഗം പുര പിടിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ടാറ്റ.